രാവിലെ തുടരുകയാണ്. ഇന്ത്യക്ക് ബംഗ്ലാദേശിൻ്റെ മുന്നറിയിപ്പ് എന്ന വിവരം കൂടിയുണ്ട്. കാരണം ഇന്നലെയാണ് അവരുടെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുന്ന വിഷയത്തിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പ് ഇപ്പോൾ ബംഗ്ലാദേശ് നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയിരിക്കുന്നത്. രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീനയുടെ അഭിമുഖമൊക്കെ പുറത്തു വന്നിരുന്നു. വിട്ടു നൽകിയില്ലെങ്കിൽ ഇന്ത്യയോടുള്ള ഇടപെടൽ സൗഹാർദ്ദപരമാകില്ലെന്നാണ് ബംഗ്ലാദേശിൻ്റെ പുതിയ നിലപാട്. ബംഗ്ലാദേശ് ജനതയുടെ താൽപ്പര്യങ്ങൾ പരിഗണിച്ചുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രതികരണം. എന്നാൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനും ICTക്കുമെതിരെ കനത്ത ആരോപണങ്ങളുമായി ഷെയ്ഖ് ഹസീന രംഗത്ത് വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അഭിലാഷ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അഭിലാഷ്, ഇന്ത്യയെ നിലപാട് മാറ്റാനുള്ള സാഹചര്യം തൽക്കാലമില്ല. കാരണം അഭയം നൽകിയ ഒരാളെ അങ്ങനെ വധശിക്ഷയ്ക്ക് വിട്ട് കൊടുത്തു അല്ലെങ്കിൽ വധശിക്ഷ വിധിച്ചു എന്ന പേരിൽ വിട്ടു നൽകാനുള്ള സാഹചര്യമില്ല. പക്ഷേ അപ്പോഴും ഇന്ത്യയുടെ പ്രസ്താവന പ്രധാനമാണ് താനും. എന്താണ് ആഭ്യന്തര മന്ത്രാലയവും രാജ്യവുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന തീരുമാനം? രഞ്ജിത്ത്, ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി അത്ര നല്ല രസത്തിലൊന്നുമല്ല പോകുന്നത്. ബംഗ്ലാദേശുമായി നല്ല ബന്ധം ഷെയ്ഖ് ഹസീനയുടെ കാലം മുതൽ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഈ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു പോകേണ്ടി വന്ന അവസ്ഥയും അവർക്ക് പിന്നീട് ഇന്ത്യയിൽ അഭയം കൊടുത്തതുമൊക്കെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ, അവിടുത്തെ ഇപ്പോഴത്തെ മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിന് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല. അവർക്ക് പാകിസ്ഥാനുമായി കുറച്ച് കൂടുതൽ ഈ അടുത്ത കാലത്ത് അവർ അടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇന്ത്യയുമായി അത്ര നല്ല ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ സുരക്ഷിതമാക്കേണ്ടത് ഇന്ത്യയുടെ ഒരു ചുമതല കൂടിയായിട്ടാണ് ഇന്ത്യ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വിട്ടുകൊടുക്കുമെന്നുള്ള ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതേസമയം തന്നെ ഇന്ത്യ ഇപ്പോൾ പറയുന്നത് ബംഗ്ലാദേശിൻ്റെ വിധി കേട്ടു, ബംഗ്ലാദേശിൻ്റെ ICT പുറത്തുവിട്ട വിധി കേട്ടു, അത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. മാത്രമല്ല ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇന്ത്യ നിലപാടെടുക്കൂ എന്നുകൂടി ഒരു പരന്ന് ഒരു പ്രതികരണമാണ് ഇന്ത്യ ആദ്യഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ബംഗ്ലാദേശ് പറയുന്നത് ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഈ ബംഗ്ലാദേശിൻ്റെ നീതിന്യായ കോടതി ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളെ ഇന്ത്യ പിടിച്ചു നിർത്തുന്നത് ശരിയല്ല. ഇന്ത്യ എത്രയും പെട്ടെന്ന് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം, ബംഗ്ലാദേശിന് വിട്ടു നൽകണം, നീതി നടപ്പാക്കാൻ വേണ്ടി അനുവദിക്കണമെന്നുള്ളതാണ് ബംഗ്ലാദേശ് ആദ്യഘട്ടത്തിൽ പറയുന്നത്. അതിൻ്റെ ഒപ്പം പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട്. മറിച്ചാണെങ്കിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുന്ന കാര്യത്തിൽ ഇന്ത്യ മറിച്ചൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ഇനിയുള്ള ബംഗ്ലാദേശിൻ്റെ ഇടപെടലുകൾ സൗഹൃദമാകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇന്ത്യക്ക് നൽകുന്നുണ്ട്. അതായത് ഒരു പക്ഷേ മറ്റെന്തെങ്കിലും തരത്തിൽ അതിൽ ഈ സൗഹൃദപരമാകില്ല എന്നുള്ളത് കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ശക്തമായ നിലപാടുകൾ എടുക്കും എന്നുള്ളതായിരിക്കാം. പക്ഷേ അക്കാര്യങ്ങളൊന്നും ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഇന്നെന്തായാലും ഇന്ത്യക്ക് ഒരു കത്ത് ബംഗ്ലാദേശ് കൈമാറും. അതിൽ ഒരു അപേക്ഷയായിട്ടായിരിക്കും കൈമാറുക. ഹസീനയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തായിരിക്കും. ആ കത്തിലെ വിശദാംശങ്ങൾക്കനുസരിച്ചായിരിക്കും, അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ചായിരിക്കും ഇന്ത്യ ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന പ്രതികരണം വരിക. എന്തായാലും ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വിട്ടു നൽകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഉത്തരം. എന്തായാലും കാരണം ഷെയ്ഖ് ഹസീനയെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഇന്ത്യയുടെ ചുമതലയായിട്ട് കൂടി കണ്ടു. കാരണം ഇന്ത്യയും ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ള ബന്ധം, നമ്മുടെ കേന്ദ്ര സർക്കാരും ഷെയ്ഖ് ഹസീനയുമായി നല്ല ബന്ധത്തിൽ പോവുകയാണ്. അവർക്ക് കഴിഞ്ഞ 2024 ഓഗസ്റ്റ് മുതൽ ഇന്ത്യയാണ് അഭയം നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഭയം നൽകിയ ഒരാളെ ഇന്ത്യ വധശിക്ഷയ്ക്ക് വേണ്ടി ബംഗ്ലാദേശിലേക്ക് വിട്ടു നൽകും എന്ന് നമുക്ക് കരുതാൻ വയ്യ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നവംബർ 10 മുതൽ ഈ ഒരു ICTയുടെ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലിൻ്റെ വിധി ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രതികൂലമായി വരും എന്ന് കണ്ടതിന് ആ സമയം തൊട്ട് തന്നെ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ, പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള, അവിടെ നിരോധിക്കപ്പെട്ട പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ്, ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത 1971 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ രൂപീകരിച്ച പാർട്ടിയാണ് അവാമി ലീഗ്. ആ പാർട്ടിയാണ് ഇപ്പോൾ അവിടെ നിരോധിക്കപ്പെട്ടിരിക്കുന്നത്. ആ പാർട്ടിയുടെ നേതാക്കളാണ്, ആ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ രാജ്യത്ത് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി വരുന്നത്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.